السلام عليكم ورحمة الله تعالى وبركاته. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين رضي الله أما بعد. സർവാദരണീയരായ സദാത്തുക്കളെ, ബഹുമാനം അർഹിക്കുന്ന ഉസ്താദ്മാരെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇരുട്ടിൽ വെളിച്ചമാർന്ന കലയും സാഹിത്യവും വാരിപ്പുണരുന്ന സനിത് 2K26 ഈ പ്രൗഢമാകുന്ന വേദിയിൽ വെച്ചുകൊണ്ട് കല, സാഹിത്യം, വാസ്തുവിദ്യ, മുഗൾ സാമ്രാജ്യത്തിൻ്റെ സർഗാത്മക ഭാഗധേയങ്ങൾ എന്ന വിഷയത്തെപ്പറ്റി നിങ്ങളുമായി സംവദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ആമീൻ. കല, സാഹിത്യം, വാസ്തുവിദ്യ ഇവയെല്ലാം ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ വളരെ ആഴത്തിൽ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. കലയും സാഹിത്യവും നാം ഓരോരുത്തരുടെയും വൈകാരികവും ചിന്താപരവുമായ മണ്ഡലങ്ങളെ സമ്പന്നമാക്കുന്നു. നമ്മെ വിസ്മയിപ്പിക്കാനും പുതിയ പുതിയ കാഴ്ചപ്പാടുകൾ നൽകാനും സമൂഹത്തെക്കുറിച്ച് ചിന്തിക്കുവാനും ഇവ പ്രേരിപ്പിക്കുന്നു. വാസ്തുവിദ്യയാകട്ടെ നാം ജീവിക്കുന്ന സ്ഥലങ്ങളെ നിർവചിക്കുകയും അത് നമ്മുടെ ആരാമത്തെയും സൗകര്യത്തെയും, എന്തിനേറെ നാം ഓരോരുത്തരുടെയും മാനസികാവസ്ഥയെപ്പോലും സ്വാധീനിക്കാൻ കഴിവുള്ളതാണ്. മുഗൾ കാലഘട്ടം കലയുടെ സുവർണ കാലമാണ്. മുഗൾ കാലഘട്ടം എന്നത് കേവലം യുദ്ധത്തിൻ്റെയോ ഭരണത്തിൻ്റെയോ ചരിത്രം മാത്രമല്ല, മറിച്ച് ഇന്ത്യയുടെ ഹൃദയമിടിപ്പായി മാറിയ സാംസ്കാരിക സമന്വയത്തിൻ്റെ കഥ കൂടിയാണ്. ഭാരതീയവും പേർഷ്യൻ ശൈലിയും ഒത്തുചേർന്ന ഇൻഡോ ഇസ്ലാമിക് വാസ്തുവിദ്യയുടെ കൊടുമുടിയായിരുന്നു മുഗൾ കാലഘട്ടം. നിർമ്മാതാക്കളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്ന ഷാജഹാനും ഫത്തേപൂർ സിക്രി എന്ന നഗരവും അവിടുത്തെ അത്ഭുതങ്ങളും അക്ബറിൻ്റെ കാഴ്ചപ്പാടിനെയാണ് സൂചിപ്പിച്ചത് എങ്കിൽ മുഗൾ ചിത്രത്തിൽ പ്രകൃതിയും രാജകീയ ജീവിതവും ഒരേപോലെ ഇടം പിടിച്ചു. ചിത്രങ്ങളുടെ വലിയ ആരാധകനായിരുന്നു ജഹാംഗീർ. അറിവിനെ ആദരിച്ചവരായിരുന്നു മുഗൾ ചക്രവർത്തിമാർ. വാസ്തുവിദ്യയെ അടിസ്ഥാനമാക്കിയുള്ള ചെങ്കോട്ടയും ചാർമിനാർ പോലത്തെ ലോകാത്ഭുതങ്ങളിൽ ചിലത് മാത്രമാണ്. ഇതുമാത്രമല്ല, ഉത്തരേന്ത്യങ്ങളിൽ ആയിരങ്ങൾ കണക്കിന് വരുന്ന പള്ളികളും മിനാരങ്ങളും പർണശാലകളും തുടങ്ങി നിരവധി സൗധങ്ങൾ മുഗൾ ചക്രവർത്തിമാരുടെ സംഭാവനകളാണ്. മുഗൾ രാജാക്കന്മാർ സാഹിത്യത്തിന് വലിയ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. പേർഷ്യൻ, ഹിന്ദി, ഉറുദു തുടങ്ങിയ ഭാഷകൾക്ക് അവർ വലിയ പ്രോത്സാഹനം നൽകി. ബാർബർ സ്വയം ഒരു കവിയും എഴുത്തുകാരനും ആയിരുന്നു എന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത് കാണാം. മുഗൾ കാലഘട്ടത്തിലാണ് ഉറുദു ഭാഷയ്ക്ക് വലിയ പ്രചാരം ലഭിച്ചത്. മുഗൾ ഭരണാധികാരികൾ ഉറുദു ഭാഷയെ പ്രോത്സാഹിപ്പിക്കുകയും സാഹിത്യത്തിലും ഭരണത്തിലും അത് ഉപയോഗിക്കുകയും ചെയ്തു. മുഗൾ ഭരണാധികാരികളാണ് ഔദ്യോഗിക ഭാഷയായിരുന്ന പേർഷ്യനെയും മറ്റു പ്രാഥമിക ഭാഷകളെയും കൂട്ടിയോജിപ്പിച്ച് ഉറുദു ഭാഷയെ വികസിപ്പിച്ചത്. മുഗൾ സാമ്രാജ്യമാണ് ഉറുദു ഭാഷയെ നമുക്ക് സമ്മാനിച്ചിട്ട് പോയത്. നാം കാണുന്നതും കേൾക്കുന്നതും അറിയുന്നതും അനുഭവിക്കുന്നതുമായ പല പല കാര്യങ്ങളുണ്ട്, പല പല കാരണങ്ങളുണ്ട്. അത് മുഴുവനും അതിലുപരിയും മുഗൾ സാമ്രാജ്യത്തിൻ്റെ സർഗാത്മക ഭാഗധേയങ്ങളാണ്. പടപ്പിനെ പടച്ച തമ്പുരാനെ തന്നെ മറന്നുപോകുന്ന ഈ നിഷ്കടമായ കാലഘട്ടത്തിൽ മുഗൾ സാമ്രാജ്യത്തിൻ്റെ സർഗാത്മക ഭാഗധേയങ്ങളെയും കലാസാഹിത്യപരമായ ഉന്നമനങ്ങളെയും മറന്നു പോകരുതേ എന്നോർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ ഇടവേളയിൽ എൻ്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുന്നു. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.